ഇന്ന് നമ്മുടെ യാത്ര മടവൂർ സി എം മക്കാമിലേക്കാണ്. സി എം വലിയുള്ള ഇപ്പാപ്പനെ ഒന്ന് സിയാറത്ത് ചെയ്യണം എന്നുദ്ദേശിച്ച് കോഴിക്കോട് മെഫ്യൂസൽ ബസ് സ്റ്റാൻഡ്, അതായത് പുതിയ സ്റ്റാൻഡിലാണ് ഇപ്പം നമ്മളുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക, കെ എസ് ആർ ടി സിയിൽ അല്ല. പൊതുവേ നമ്മൾ പോകുമ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നാണ് നമ്മളെ ബസ് യാത്ര കൂടുതലുണ്ടായാൽ. ഇത് പുതിയ സ്റ്റാൻഡിൽ വരിക. ഇതാണ് പുതിയ സ്റ്റാൻഡ്. പുതിയ സ്റ്റാൻഡിൻ്റെ നേരെ പടിഞ്ഞാറ് വശത്തേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, നേരെ പടിഞ്ഞാറ് വശത്തേക്ക്, അതായത് നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് നരിക്കുനി ബസ്സിലാണ്. അത് ഏത് റൂട്ടിൽ പോണത്? കുന്നമംഗലം റൂട്ടിൽ നരിക്കുനിക്ക് പോകുന്ന ബസ്സിനാണ് നമുക്ക് പോകേണ്ടത്. ഇതേപോലെ നമ്മൾ ആ എക്സിലേറ്ററൊക്കെ ഉള്ള ആ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരിക. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് നേരെ അപ്പുറത്തുള്ള പറഞ്ഞുതരാം. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? കുന്നമംഗലം വഴി നരിക്കുനി പോകുന്ന ബസ്സിൽ കയറുക. കണ്ടില്ല, ഇവിടെ എടുക്കുന്ന ബസ്സൊക്കെ കുന്നമംഗലം റൂട്ടിൽ ഏകദേശം നരിക്കുനിയിലേക്ക് പോകുന്ന ബസ്സുകളാണ് ഉണ്ടാകുക. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ബസ് വേറെ റൂട്ടിലാണ് നരിക്കുനിലേക്ക് പോവുക. അപ്പോൾ നരിക്കുനി ബസ് എന്ന് പറഞ്ഞ് കയറരുത്. കുന്നമംഗലം വഴി നരിക്കുനി പോകുന്ന ബസ് കയറുമ്പം അവരോട് പറയുക സി എം മക്കാമിലേക്കാണ്, മടവൂരിക്കാണ്, മടവൂർ പോകുമോ എന്ന് പ്രത്യേകം ചോദിക്കണം. ഇപ്പോൾ നമ്മൾ രണ്ടാമത് ബസ് സ്റ്റാൻഡിൻ്റെ ബസ് ഇറങ്ങിയെടുത്തേക്ക് തന്നെ തിരിച്ച് വന്ന് ഇവിടെ നിന്നും നേരെ മെഡിക്കൽ കോളേജ് ബസ് കയറുന്ന റോഡുണ്ടല്ലോ, അതായത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ മെഡിക്കൽ കോളേജ് ബസ് വരുന്ന റൂട്ട്. അത് നമ്മൾ ബസ് വന്ന് ഇറങ്ങിയ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ വടക്ക് വശത്തേക്ക് നമ്മൾ നേരെ വന്നു. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഫുട്പാത്ത് കാണാം. നമുക്ക് നേരെ മർക്കസ് കോംപ്ലക്സിൻ്റെ ആ ഭാഗത്തേക്ക് കടക്കണം. അവിടെ കണ്ടമാനം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ബസ്, അതുപോലെ തന്നെ മറ്റുള്ള ബസ്സുകളൊക്കെ വരും. അപ്പോൾ ഞാൻ നേരത്തെ മറ്റേ സ്ഥലത്ത് കാണിച്ചത് എന്തിനാണ് എന്ന് വെച്ചാൽ അവിടുന്ന് സീറ്റ് കിട്ടും ബസ്സിന്. ഇവിടുന്ന് സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവിടുന്ന് ഫുൾ ലോഡായിട്ടാണ് വരിക. ഇവിടെ ആകുമ്പോൾ അവിടെ ആളുകൾ ഇറങ്ങി അവിടുന്ന് ആൾ കയറി രണ്ടാമത് ഇതിലെ തിരിഞ്ഞ് വരിക. സ്റ്റാൻഡ് കറങ്ങി വരുമ്പോഴേക്കും ആളാകും. പക്ഷേ എങ്കിലും ചിലപ്പോൾ സീറ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പം ടെൻഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക. അതായത് ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന റൂട്ടാണത്. ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്ന റൂട്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മർക്കസ് കോംപ്ലക്സ്. അതിൻ്റെ അവിടെ ആ ഫുട്പാത്തിൽ അവിടെ നിന്നാൽ മതി. നമ്മളിപ്പോൾ ഓപ്പോസിറ്റിലേക്ക് കടന്നു. അവിടെ ആ ഫുട്പാത്തിൽ നമ്മളവിടെ നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബസ് ഇങ്ങനെ വരും. മെഡിക്കൽ കോളേജ് ബസ്സാണ് ആ പോണത്. ഇനി അതിൻ്റെ തൊട്ട് ബാക്കിൽ ഇനിയും ബസ് വരുന്നുണ്ട്. ഈ ബസ് ഇതാണല്ലേ, ഇത് കറക്റ്റ് സി എം മക്കാമുക്കുള്ള ബസ്സാണ് വരുന്നത്. മെഡിക്കൽ കോളേജ് റൂട്ടിൽ സി എം മക്കാമ് അതിന് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബസ്സിൽ നമ്മൾ കയറിയില്ല. അടുത്ത ബസ്സിലാണ്, അതിൽ സീറ്റില്ലാന്ന് കണ്ടപ്പോൾ കയറിയില്ല. അടുത്ത ബസ് ഇതാണ് വരുന്നത്. അതിനൊരു സി എം മക്കാമ് എന്ന് പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനി ഉദാഹരണത്തിന് നരിക്കുനി എന്ന് കണ്ടാൽ നിങ്ങൾ അതിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക മടവൂരാണോ എന്ന്. അപ്പോൾ മടവൂർ എന്ന് പ്രത്യേകം പറയും. മടവൂർ ചോദിക്കാതെ നരിക്കുനി ബസ്സിന് കയറരുത്. കയറിയാൽ നിങ്ങൾ റൗണ്ട് അടിച്ച് വരേണ്ടി വരും. ഇതിൽ കയറി അപ്പം വന്ന ബസ്സിൽ ഞങ്ങൾ കയറി ഇവിടെ നിന്നും നേരെ സി എം മക്കാമിലേക്ക് യാത്രയാകുകയാണ്. 28 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. നേരെ ഇത് കുന്നമംഗലം വഴി പടനിലത്തിന് ഇങ്ങോട്ട് തിരിയും. അതായത് പിന്നെ നമുക്ക് ഈ ബസ്സല്ലാത്ത ബസ് അവിടെ കണ്ടമാനുണ്ട്. അതായത് അടിവാരം ബസ്സിന് നമുക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം? പടനിലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒന്നുകിൽ ഓട്ടോ വിളിച്ച് പോകണം. 150 രൂപയൊക്കെ വരും. അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് വേറെ ബസ് വരാൻ കാത്തു നിൽക്കുക വെച്ചാൽ ചിലപ്പോൾ ഈ ബസ് തന്നെയാണ് വരിക. അപ്പോൾ അതിനേക്കാളും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് പിന്നെ ഈ ബസ്സിന് നേരെ നരിക്കുനി ബസ്സിന് വരലാണ് നല്ലത്. മടവൂർ ബസ്സിന് അരമണിക്കൂർ കൂടുമ്പോൾ ബസ്സുണ്ട്. അപ്പം നമ്മൾ മടവൂർ വന്ന് ബസ് ഇറങ്ങി. ഇതാണ് മടവൂർ ബസ് സ്റ്റോപ്പ്. ഓക്കെ, ഇവിടെ ബസ് ഇറങ്ങി, ബസ് യാത്രയായി. ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ ഓട്ടോകൾ കണ്ടമാനം നിൽക്കുന്നത് കാണാം. ഈ ഓട്ടോ ഇവിടെ നിന്ന് വിളിച്ച് നേരെ നമ്മൾ മടവൂരിലേക്ക് സി എം മക്കാമിലേക്ക് പോവുകയാണെങ്കിൽ 30 രൂപയാണ് ചാർജ് എടുക്കുന്നത് പോലും. ഇനി ഓട്ടോ വിളിക്കാതെ നടന്നു പോവുകയാണെങ്കിൽ 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് നടക്കാനുണ്ട്. കുറച്ച് അത് നടക്കുമ്പോൾ അറിയില്ല, ഒരു പാടം പോലത്തെ അടിപൊളി ഏരിയയാണ്. അപ്പോൾ നടക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് പോകാം. ഇതാ നടക്കുന്നു പോകുന്നവർക്ക് ബസ് ഇറങ്ങി ആ ഓട്ടോ വിളിക്കാതെ നേരെ ഈ ഗേറ്റ് ഇങ്ങോട്ട് കടന്ന് അല്ലേ, ഇവരൊക്കെ മക്കാമിലേക്കുള്ള നടന്നു പോവാണ് ഇവർ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പോകാം. ആർക്കും ഒരു ടെൻഷൻ ഇല്ലാതെ പോകാൻ പറ്റിയ ഏരിയയാണ്. ഞാനെന്തായാലും ഇവിടുന്ന് എന്ത് ചെയ്ത് ഒരു ഓട്ടോ വിളിച്ച്, കാരണം ആ ഒരു റേറ്റും ഇതൊക്കെ അറിയാനും നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് കരുതിയിട്ടാണ് ഓട്ടോ വിളിച്ചത്. അങ്ങോട്ട് ഓട്ടോ വിളിച്ച് പോയി, ഇങ്ങോട്ട് ഞാൻ നടന്നു പോരുന്നുണ്ട്, അതും കാണിച്ചു തരാം. അങ്ങനെ ഓട്ടോക്ക് 30 രൂപ ചാർജ് നൽകി നേരെ മക്കാമിൻ്റെ മുന്നിൽ വന്ന് ഇറങ്ങി. യാതൊരു ടെൻഷനും ഇല്ല. അപ്പോൾ കോഴിക്കോട് നിന്നും നമുക്ക് 28 രൂപ ബസ്സിനും കൊടുത്ത്
മടവൂർ വന്നിറങ്ങി. മടവൂരിൽ നിന്നും CM മക്കാമിലേക്ക് 30 രൂപ ഓട്ടോ കൂലി നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ മക്കാമിലേക്ക് കയറുകയാണ്. ഈ മക്കാമിൽ നിന്നും നമ്മൾ ആദ്യം പോകുന്നത് ഉപ്പാപ്പാൻ്റെ വീട്ടിലേക്കാണ്. അതായത് വലിയുള്ളൻ്റെ വീടുണ്ട് അതിൻ്റെ തൊട്ടിങ്ങേപ്പുറത്ത്. ആ വീട്ടിലേക്കുള്ള റൂട്ട് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇത് CM സെൻറ്ററിൻ്റെ മുന്നിൽ നിന്ന് നേരെ നമ്മൾ മെയിൻ ഗേറ്റ് കടന്ന് പാർക്കിംഗ് ആണ്. ഇനി കാറ് കൊണ്ട് വരുന്നവർക്കും ഇതേ റൂട്ടിൽ തന്നെ വരട്ടോ. അതായത് പടനില എത്തിക്കഴിഞ്ഞാൽ നേരെ ഇടത്തെ സൈഡിലേക്ക് തിരിയുക. അവിടെ നിന്ന് ഏകദേശം മടവൂർ വരെ ഓടുക. മടവൂരിൽ നിന്നും 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് CM മക്കാമിലെത്താം. അപ്പോൾ ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇനി അഥവാ ഭക്ഷണമൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ വെച്ചിട്ട് അത് ഉപയോഗിക്കലില്ല, ആണ്ടിൻ്റെ സമയത്ത് മാത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. ആദ്യം ഇവിടെ കൗണ്ടർ ഉണ്ടായിരുന്നു, അത് പൊളിച്ച് ഒഴിവാക്കി. അപ്പോൾ ഈ ഏരിയയിൽ കൂടെ നേരെ ഉപ്പാപ്പൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോണത്. നേരെ ഇവിടെ ഈ ലേഡീസിൻ്റെ ഒരു ബാത്റൂമും അതേപോലെ തന്നെ ആ വാട്ടർ പ്യൂരിറ്റിൻ്റെ ഒരു ടാങ്കൊക്കെ കാണാൻ നിങ്ങൾക്ക്. അതിൻ്റെ ഇടയിലൂടെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു മതിൽ കാണാം. ഇത് ഖബർസ്ഥാനാണ് കാണുന്നത്. അല്ല, ഇത് ഖബർസ്ഥാനാണ്, കംപ്ലീറ്റ് ഖബർസ്ഥാൻ. അതിൻ്റെ നേരെ ഗ്യാപ്പിൽ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു റോഡ് കാണാം. ഈ റോഡ് കീപ്പോട്ട് ഇത്ര വീതിയില്ല, ചെറിയ 3 അടി വയ്യുള്ളൂ. മുകളിലേക്ക് ഇതുപോലെ അത്യാവശ്യം നല്ല ഒരു റോഡ് തന്നെ ഉണ്ട്. നടന്നു പോകാൻ വേറെ വണ്ടികളൊന്നുമില്ല. പിന്നെ ചെറിയ ബൈക്കുകൾ അതൊക്കെ ഉണ്ടാവുള്ളൂ. ചെറിയ ഓട്ടോറിക്ഷ മുകളിൽ നിന്ന് വരുന്നതൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് വണ്ടി വിളിച്ച് പോകേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു കയറ്റം, അതായത് ഒരു 100 മീറ്ററിൻ്റെ അടുത്ത് ഏറിപ്പോയാലല്ലേ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ നടന്നാൽ എത്താവുന്ന ദൂരം. ഇപ്പം നമ്മൾ എന്ത് ചെയ്ത് നേരെ ഇതാണ് പാപ്പാൻ്റെ വീട്. ഈ വീടിനെയാണ് ചിറ്റടിമേത്തൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉപ്പാപ്പക്ക് ഏകദേശം 6 വയസ്സ് പ്രായമാകുന്ന സമയത്ത് അവിടുത്തെ പിതാവ് മരണപ്പെടുകയും പിന്നീട് അങ്ങോട്ട് ഉമ്മയുടെ ശിക്ഷണത്തിലാണ് ഉപ്പാപ്പയുടെ വളർച്ച. പലപ്പോഴും വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞെങ്കിലും വഴിയൊക്കെ റെഡിയാക്കി വെച്ചോളൂ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വഴിയായ ഉടൻ തന്നെ ഉപ്പാപ്പയുടെ ജനാസയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് ഉപ്പാപ്പയുടെ ഷറഫാക്കപ്പെട്ട ജസദ് വെച്ച വീടാണ് ഈ കാണുന്നത്. അവിടുത്തെ ചില്ല ഷെരീഫ് എന്ന് തന്നെ ഇതിനെ പറയാം. ഇവിടെ നിന്നുമാണ് ഉപ്പാപ്പയുടെ ജനാസ പള്ളിയിലേക്കെടുത്തതും ഉപ്പാപ്പ ഒരുപാട് കാലം താമസിച്ചതും ഹിളർ നബി വന്ന് എന്നറിയപ്പെടുന്നതുമായ ആ വീടാണ് ഇത്. മക്കാമ് സിയാറത്തിനെത്തിയവർക്ക് ഏത് സമയവും ഈ വീട്ടിൽ വരാവുന്നതാണ്. നമ്മുടെ കുടുംബസമേതം വന്ന് അവിടുത്തെ ആസാറുകൾ നമുക്ക് സന്ദർശിക്കുവാൻ ഇവിടെ അവസരമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ വാതിൽ തുറന്ന് അകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉപ്പാപ്പയുടെ വസ്ത്രങ്ങളും മൂതിരക്കല്ലുകളും ഉപ്പാപ്പ ഉപയോഗിച്ചിരുന്ന അത്തറുകളും തൊപ്പി അവിടുന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരുവിധം എല്ലാ ആസാറുകളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. സ്ത്രീകൾക്കും ഇവിടെ പ്രവേശിച്ച് സന്ദർശിക്കാവുന്നതാണ്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ വന്നാൽ ആരും ഉണ്ടായില്ല എന്ന് വരാം. എങ്കിലും നിങ്ങൾക്ക് ഈ വീട് തുറന്ന് ലൈറ്റിട്ട് ഇതൊക്കെ കണ്ട് സന്ദർശിച്ച് പോകാനുള്ള അവസരം അവിടുത്തെ കുടുംബം ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ ഇപ്പോൾ ആരും താമസം ഇല്ല. ഇവിടെ എല്ലാ അറബി മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച അവിടുത്തെ സഹോദരപുത്രൻ CM അബൂബക്കർ സക്കാഫിയുടെ നേതൃത്വത്തിൽ കുത്തുബിയത്ത് മജ്ലിസ് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാത്രി 7:30 ഐനുന്നൂർ ആത്മീയ മജ്ലിസും ഇവിടെ നടക്കുന്നു. ഈ QR കോഡിൽ നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരിപാടികൾ ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ഉപയോഗിക്കുക. മഹാനവറുകളുടെ ആണ്ടിൻ്റെ സമയമായ ഷവ്വാൽ 4-ന് 9 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ഭക്ഷണ വിതരണവും മറ്റു ആത്മീയ മജ്ലിസുകളും ഈ വീട്ടിൽ വച്ച് നടക്കാറുണ്ട്. അവിടെ നിന്നും ഞങ്ങൾ തിരികെ മക്കാമിലേക്ക് തന്നെ വരികയാണ്. ഈ റൂട്ടിന് വന്ന് നേരെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇനി ഇവിടുത്തെ ഉമ്മയുടെ മക്കാമിലേക്കാണ് നമ്മുടെ യാത്ര. നേരെ അതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഉമ്മയുടെ മക്കാമുണ്ട്, അതും നമ്മൾ കാണിച്ചു തരാം.
എന്നിട്ട് നമുക്ക് പാപ്പയുടെ അടുത്തേക്ക് യാത്രയാവാം. ഇത് നേരെ വന്ന് മക്കാമിൻ്റെ മുന്നിൽ ആ കിണർ, അപ്പുറം സൈഡിലൂടെ സ്ത്രീകൾ പോകുന്ന ഭാഗം, ഈ ഭാഗം വരെ നിങ്ങൾക്ക് അവിടെ വന്നാൽ കാണാവുന്നതാണ്. ഇവിടെ നിന്ന് കുറച്ചങ്ങ് മുന്നോട്ട്, അതായത് നമ്മൾ മക്കാമിലേക്ക് കയറുന്ന ആ ഭാഗത്ത്, ആ കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ മക്കാമിലേക്ക് നമ്മൾ ചെരുപ്പൊക്കെ ഊരി വെക്കണ ഈ അരുവിലാണ് ചെരുപ്പ് ഊരി വെക്കുക. അവിടെ ശ്രദ്ധിക്കണം. ആ മൂലയിൽ, സ്റ്റെപ്പിൻ്റെ ആ മൂലയിൽ നമ്മൾ കാണുന്നതാണ് അവിടുത്തെ ഉമ്മയുടെ മക്കാമ്. അവിടുത്തെ ഉമ്മാൻ്റെ ഖബറാണ് ഇതിവിടെ സ്റ്റെപ്പ് ഈ കാണുന്നതാണ് അവിടുത്തെ ഉമ്മൻ്റെ ഖബറ്. ഫാത്തിഹ ഓതാൻ മറക്കരുത്. പലർക്കും ഇത് അറിയില്ല. അത് കാരണം അതിൻ്റെ അടുത്ത് തന്നെ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് പോകും. അവിടെ എല്ലാം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ മക്കാമിൽ കയറിക്കഴിഞ്ഞാൽ, നേരെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ പാപ്പാൻ്റെ മക്കാമാണ്. പാപ്പാൻ്റെ മക്കാമ് നമ്മൾ ഇവിടുന്ന് കയറി ചെല്ലുമ്പം ഫസ്റ്റ് കാണുന്നതാണ് പാപ്പാൻ്റെ മക്കാമ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഉള്ളത് അവിടുത്തെ ഉപ്പ കുഞ്ഞി മാഹി മുസ്ലിയാരുടെ മക്കാമാണ്. വലിയും സൂഫി വര്യനുമായിരുന്ന കുഞ്ഞി മാഹി മുസ്ലിയാരുടെ കാൽ ചുവട്ടിൽ, അതായത് സ്വന്തം ഉപ്പയുടെ കാലിൻ്റെ ചുവട്ടിലായിട്ടാണ് അവിടുന്ന് കിടക്കുന്നത്. നേരെ കാണുന്നത്, ഫസ്റ്റ് കയറി വരുമ്പോൾ കാണുന്നത് ഉപ്പാപ്പാൻ്റെ മക്കാമ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് പള്ളീൻ്റെ ഭാഗത്തായിട്ട് വരുന്നത് അവിടുത്തെ ഉപ്പയുടെ മക്കാമ്. പിന്നെ ഈ മക്കാമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചെറിയൊരു ഖബർ കാണാം. അത് ഒരു ഉസ്താദിൻ്റെ മക്കാമാണ്. കാരണം പൊതുവേ ഇതൊരു ഖബർസ്ഥാനായിരുന്നു. അപ്പം അതിനനുബന്ധിച്ച് വന്നതുകൊണ്ടാണ് ഈ ഖബർ ഇങ്ങനെ വെച്ചത്. ഇത് അവിടെയുള്ള ഒരു സൈനുദ്ദീൻ മുസ്ലിയാർ എന്തോ ഒരു ഉസ്താദിൻ്റെ പേര് പറഞ്ഞു, എനിക്ക് ഓർമ്മ അതില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അവിടുന്ന് മക്കാമിന് പുറത്തിറങ്ങി നേരെ കാണുന്നത്, ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യാഷ് എന്ത് എടുക്കണം, ATM കൗണ്ടർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ലോഡ്ജ് സൗകര്യം ഇവിടെ ഉണ്ട്. ഇവിടെ താമസിക്കണം എന്ന് ഉദ്ദേശിച്ചവർക്ക് ഒരു 200 രൂപ മുതൽ ലോഡ്ജ് സൗകര്യം ഉണ്ട്. 200 രൂപ മുതൽ 1000 റുപ്യ വരെയുള്ള AC റൂമുകളടക്കം ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഏതായാലും എല്ലാവരും ഇവിടെ വന്ന് സന്ദർശിക്കുക. അപ്പോൾ പാപ്പാൻ്റെ മക്കാമ് നമ്മൾ സിയാറത്ത് ചെയ്തു, എല്ലാം കണ്ടല്ലോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നടന്നാണ് പോണത്, റൂട്ട് സ്കിപ്പ് ചെയ്യേണ്ട. ഈ നടന്ന് ഞാൻ മുഴുവൻ കാണിക്കണില്ല. അപ്പം ഇവിടെ വരാൻ നമുക്ക് വരുന്ന ചിലവ് കോഴിക്കോട് നിന്നും 28 രൂപയ്ക്ക് മടവൂരെത്താം. മടവൂരിൽ നിന്നും ഓട്ടോ വിളിക്കുകയാണെങ്കിൽ 30 രൂപ, നടന്നു വരികയാണെങ്കിൽ ഫ്രീ ആണ്. താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ. പിന്നെ വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ ഇവിടെ നിന്നും കോഴിക്കോടിലേക്ക് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇവിടെ അങ്ങനെ നേരം വൈകി വരുന്നവർ ഇവിടെ നിന്നും ഓട്ടോ എപ്പോഴും പടനിലത്തേക്ക് കിട്ടും. അത് ഇവിടെ നിന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ ടൈം വൈകുകയാണെങ്കിൽ 6 മണി 7 മണി വരെ ഇവിടെ ബസ് ഉണ്ടാവും. 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്നും കോഴിക്കോടിലേക്ക് ബസ് ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഏതെങ്കിലും ഒരു ഓട്ടോയിലോ ഏതെങ്കിലും വണ്ടിയിലോ കയറിയിട്ട് ഈ നാട്ടുകാർ സഞ്ചരിക്കുന്ന അതേ റൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, പടനിലത്തെത്താം. പടനിലത്തെത്തിയാൽ പിന്നെ 24 അവേഴ്സും നമുക്ക് വണ്ടി ഉണ്ടാവും. അതായത് വയനാട് കോഴിക്കോട് റൂട്ടാണ്. അപ്പം ആ റൂട്ടിൽ എപ്പോഴും ബസ് ഉണ്ടാവും. നമ്മളിപ്പം ഇവിടെ എത്തി. അപ്പം ഇനി ഇവിടെ നിന്നും നമ്മൾ നേരെ കോഴിക്കോടിലേക്കാണ് ബസ് കയറുന്നത്. ഇനി ഇവിടെ നിന്ന് പടനിലത്തേക്ക് ബസ് കയറിയിട്ട് നമുക്ക് നേരെ KSRTC നാട്ടിലേക്ക് ഉണ്ടോ എന്ന് നോക്കണേ, അങ്ങനെ നോക്കാം. കാരണം വൈത്തിരിയിൽ നിന്നും മൈസൂരിൽ നിന്നും വയനാടിൽ നിന്നും കോഴിക്കോടിലേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും പടനിലം എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയാണ് പോവുക. അത് ഇവിടെ നിന്നും ഈ റോഡ് നേരെ ചെന്നിട്ട് പടനിലത്ത് പോയി കയറുകയാണ് ചെയ്യുക. അപ്പം ഇനി നേരെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തി. ഇത്തരം റൂട്ടുകളടക്കമുള്ള വിഷയങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ഇതുപോലത്തെ ഒരുപാട് വീഡിയോ നമ്മളെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ സന്ദർശിക്കുക, വീഡിയോസിൽ പോയിട്ട് നോക്കുക. അതിനാവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു കാര്യം പറയാൻ മറന്നു. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ 6 മണി മുതൽ രാത്രി 7 മണി വരെ ഇങ്ങോട്ട് ഓരോ 5 മിനിറ്റ് 10 മിനിറ്റ് അരമണിക്കൂറിൻ്റെ ഇടയിൽ ബസ്സുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ റൂട്ടിന് ബസ് കയറുക ഇൻഷാ അല്ലാഹ്. ഇതുപോലെ ബസ് മാർഗവും ട്രെയിൻ മാർഗമൊക്കെ ഏർവാടി, നാഗൂർ, മുത്തുപേട്ട ഒക്കെ പോകുന്ന വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വേണ്ടവർ സഫർ റൂട്ട്, ഈ മുകളിൽ കാണുന്ന സഫർ റൂട്ട് എന്ന് യൂട്യൂബിൽ പോയി അടിച്ച് നമ്മളെ ചാനൽ ഓപ്പണാക്കി വീഡിയോസിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടു കൂടി. അസ്സലാമു അലൈക്കും.